കാലം മാറുന്നു, കോൺഗ്രസിലും മാറ്റം സംഭവിക്കുന്നു. നേരത്തെ ഇസ്രയേലിനോട് അകന്നു നിൽക്കുന്ന സമീപനമായിരുന്നു രാജ്യത്തിന്. നമ്മുടെ പാസ്പോർട്ടുകളിലടക്കം ഇസ്രയേലിനെ മാറ്റി നിർത്തിയിരുന്നു. ഇസ്രയേലിൽ പോകാൻ അനുമതിയില്ല എന്ന് അടിച്ചു കൊടുക്കുന്ന പാസ്പോർട്ടായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസിൽ മാറ്റം വരുന്നു, ഇസ്രയേലിനെ അംഗീകരിക്കുന്ന നിലയിലേക്ക് എത്തുന്നു. എന്താണ് ഈ മാറ്റത്തിന് അടിസ്ഥാനം? ആ മാറ്റത്തിന് അടിസ്ഥാനം ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം മാത്രമല്ല. ഇസ്രയേലിനെ സംരക്ഷിച്ചു വന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സമ്മർദ്ദം ഇസ്രയേലിന്റെ കാര്യത്തിൽ രാഷ്ട്രങ്ങളുടെ മേലെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ രാജ്യം ഇപ്പോഴല്ല, പണ്ട് കോൺഗ്രസ് രാജ്യമാകെ അടക്കി വാഴുന്ന കാലത്ത് തന്നെ മെല്ലെ മെല്ലെ അമേരിക്കൻ പക്ഷത്തേക്ക് നീങ്ങുന്ന നിലയുണ്ടായി. അതിന്റെ ഭാഗമായി അമേരിക്കയുടെ സമ്മർദ്ദം ഏറി വന്നു. അങ്ങനെയാണ് ഇസ്രയേലിനോടുള്ള സമീപനത്തിൽ മാറ്റം കുറിക്കുന്നത്. കാലം പിന്നെയും മാറുന്നു. BJP അധികാരത്തിൽ വരുന്നു. BJP നമുക്കറിയാം, RSS നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ്. ആ RSS ഇസ്രയേലിലെ സയോണിസ്റ്റുകളുടെ ഇരട്ട സഹോദരനാണ്. രണ്ടു കൂട്ടരും ഒരേ തരത്തിൽ ചിന്തിക്കുന്നവരാണ്. അപ്പോ നേരത്തെ കോൺഗ്രസ് തുടങ്ങിവെച്ച കാര്യം BJP സർക്കാർ അതിതീവ്രമായി നടപ്പാക്കി. നാം കണ്ടില്ലേ, പാലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചപ്പോൾ ആ ഇസ്രയേലിനെ വലിയ തോതിൽ പിന്താങ്ങുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. എവിടെ നമ്മുടെ ചേരിചേരാ നയം? എവിടെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട്? എല്ലാം കളഞ്ഞു കുളിച്ചല്ലോ. RSSനോ BJPക്കോ അത്തരമൊരു നിലപാടില്ല. സാമ്രാജ്യത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സമരം ചെയ്ത നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ കാര്യമടക്കമെടുത്താൽ അതിലൊന്നും ഒരു പങ്കും വഹിക്കാത്ത, എന്തെങ്കിലും പങ്ക് വഹിച്ചെങ്കിൽ അത് സാമ്രാജ്യത്തിന് അനുകൂലമായ പങ്ക് മാത്രം സൂക്ഷിച്ചവര്, അങ്ങനെയൊരു കൂട്ടരിൽ നിന്ന് മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയോ? ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ദുർഗതി. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ ഒന്നിച്ചണിനിരക്കുമ്പോൾ നമുക്ക് അണിനിരക്കാൻ പറ്റുന്നില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചു. ആ കൂട്ടത്തിൽ നമ്മളുണ്ടായില്ല, നമ്മളതിന്റെ ഭാഗമായില്ല. ഭാഗമാകാത്ത അമേരിക്കയുടെ അതിന് എതിർത്തവര്, അമേരിക്കൻ താൽപര്യം വെച്ചുകൊണ്ട് നമുക്ക് മറ്റ് ലോകരാഷ്ട്രങ്ങളോടൊപ്പം നിന്ന് ഇസ്രയേലിനെ കുറ്റപ്പെടുത്താനായില്ല. ഇപ്പോൾ നടന്ന ആക്രമണത്തിലും ശക്തമായി ഇസ്രയേലിന്റെ സമീപനത്തെ അപലപിക്കുന്ന ഇന്ത്യയുടെ സ്വരം നാം കേട്ടോ. ഇതായിരുന്നില്ല ഇന്ത്യ. നമ്മുടെ രാജ്യം ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ്. ആ നിലയിലാണ് മാറ്റം വന്നിട്ടുള്ളത്. അത് കേവലമായ RSS നിലപാട് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെയാണ് അത് അപമാനിതമാക്കുന്നത്. ഏറ്റവും വലിയ തോതിൽ അപമാനിക്കപ്പെടുന്നു നമ്മുടെ രാഷ്ട്രം. പഴയ ആദരവ്, അംഗീകാരം ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നമുക്കില്ല എന്നതാണ് വസ്തുത. ആ അംഗീകാരവും ആദരവും ലഭിച്ചിരുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോ ആക്രമണം വലിയ തോതിൽ കൊടുമ്പിരിക്കൊള്ളുകയാണ്. വീണ്ടും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ശക്തമായി നിലപാടുകൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ എന്തും ചെയ്യാമെന്ന ധിക്കാരത്തിന് തടയിടാൻ കഴിയുകയുള്ളൂ. അതിന് തടയിടുക എന്നത് വളരെ പ്രധാനമാണ്.
അതിന് ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നീങ്ങേണ്ടതായിട്ടുണ്ട്. നാം നമ്മുടേതായ രീതിയിൽ പൊതുജനാഭിപ്രായം ശക്തിപ്പെടുത്താൻ നീങ്ങേണ്ടതായിട്ടുമുണ്ട്.